നമ്മൾ എങ്ങോട്ടാണ് വീണ? ഇന്ന് ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, പക്ഷേ കൂടുതൽ അടുത്തറിഞ്ഞിട്ടുണ്ടാവില്ല. ശ്രീരാമനും രാമായണവും ഭാരതീയരുടെ ആത്മാവാണ്. രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പല കഥാസന്ദർഭങ്ങളും ഇന്നും രാജ്യത്ത് വിവിധ ഇടങ്ങളിലുണ്ട്. അത്തരത്തിൽ പ്രശസ്തമായൊരിടം നമുക്കിവിടെയുമുണ്ട്. കൊല്ലം ജില്ലയിലെ ചടയമംഗലം. പക്ഷിശ്രേഷ്ഠനായ ജടായുവിന് ശ്രീരാമൻ മോക്ഷം നൽകിയത് ഇവിടെയാണെന്നാണ് വിശ്വാസം. ജടായുമംഗലം ലോപിച്ച് ചടയമംഗലമായതാണെന്നും പഴമക്കാർ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്ന ജടായു എർത്ത് സെന്ററിലാണ് ഞാനെന്നുള്ളത്. ഒട്ടേറെ വിശേഷങ്ങളുണ്ട്, ഒട്ടേറെ കാര്യങ്ങൾ അറിയാനും ഒക്കെ ഉണ്ട്. ജടായു എർത്ത് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കൊല്ലത്തിൻ്റെ ഒരു അഭിമാനം കൂടിയാണ്. അത് ലോകത്തിന് തന്നെ അഭിമാനമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സീതാദേവിയെ അപഹരിച്ച രാവണനെ ജടായു മാർഗമധ്യേ തടഞ്ഞുവെന്നും രാവണന്റെ വെട്ടേറ്റ് ജടായു ചിറകറ്റ് വീണത് ഇവിടെയാണെന്നുമാണ് വിശ്വാസം. സീതാദേവിയെ അന്വേഷിച്ചിറങ്ങിയ ശ്രീരാമന് രാവണൻ അപഹരിച്ചുവെന്ന വിവരം നൽകുന്നതും ജടായുവാണ്. വെട്ടേറ്റ് വീണ ജടായു ചുണ്ടുകൾ പാറയിലുരുസുകയും അവിടെ നിന്ന് ജലം ലഭിക്കുകയും ആ വെള്ളം കുടിച്ച് ശ്രീരാമന്റെ വരവും കാത്തിരുന്നുവെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. ജടായുവിന്റെ പേരിൽ 2017 നിർമ്മിച്ചതാണ് ഈ പക്ഷിശില്പം. സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി ഉയരത്തിൽ 65 ഏക്കറിലാണ് ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ പക്ഷിശില്പം തേടി ചടയമംഗലത്ത് എത്തുന്നുണ്ട്. Oh, it's really very nice, and the architect is I think the architecture is also fabulous, and I mean taking care of the mythology. It is great to be here because this is the place where the real incident happened, and it is really, I mean, it feels very positive here, and it feels really very good. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്പോട്ടാണ്. നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിഹാസ കഥയിൽ പറയുന്ന സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞത് പുണ്യമായാണ് ചിലർ കരുതുന്നത്. ரியலாக வந்து பார்த்திங்கன்னா ரியலாக இருக்கிற மாதிரி இருக்குது. இது மனிதனை வந்து உருவாக்கப்பட்ட மாதிரி இல்லை, ரியலாக இருக்குது. ராமாயணத்தினுடைய ஒரு காட்சியை இங்கே வந்து பார்த்து தெரிஞ்சுக்கிறதுக்கு ஒரு வாய்ப்பாக இருக்குது. ராமாயணத்தினுடைய முன்னொரு காலத்தில் நடந்த நிகழ்வு இன்றைக்கி பார்த்திங்கன்னா அது நேரில் பார்க்குற மாதிரி ஒரு காட்சியாக இருக்குது. இந்த மலைப்பகுதி, இந்த ஜடாயினுடைய ஒரு சிறகு அறுக்கப்பட்ட நிகழ்வு, இது எல்லாமே வந்து பார்த்தோன்னா കപ്പനയിൽ ഇല്ലാതെ നേരടിயாக നികழ்ന്ന மாதிரி ഒരു அமைப்பாണ്. ജടായു ശില്പത്തിന് സമീപത്തായി ഒരു രാമക്ഷേത്രവുമുണ്ട്. 10 അടിയോളം ഉയരമുള്ള ശ്രീരാമ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രത്യേകത.
അങ്ങനെ എത്ര കണ്ടാലും മതിവരാത്ത ഒരു സ്ഥലമാണ് ഈ ജഡായു എർത്ത് സെൻ്ററും ഈ ശില്പവും ഒക്കെ. ഓരോ മലയാളികളും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനം കൂടിയാണ്. ക്യാമറമാൻ ബിജു പറവൂരിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, കൊല്ലം. ചിറകിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ബിജു പറവൂർ, എനിക്ക് നമുക്ക് എല്ലാവർക്കും അഭിനന്ദിക്കാം അല്ലെ, ഇത്രയും നല്ല വിഷ്വൽസ് എടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന്. ആ ജഡായു പാറയുടെ മുഴുവൻ സൗന്ദര്യം ഒപ്പിയെടുത്തിട്ടുണ്ട്. കാഴ്ചകൾ വേണമെങ്കിൽ പറയാം. നമ്മൾ പോയാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ദർശിക്കാത്ത ചില കാര്യങ്ങൾ കൂടി ഈ ഫ്രെയിമിനുള്ളിൽ വെച്ച് തരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഭംഗിയാവും. അപ്പോൾ ആ വിഷ്വൽ ജേർണലിസ്റ്റിനെ ഒന്നുകൂടി നമുക്ക് അഭിനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.